أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وآله وصحبه أجمعين. أما بعد. നൂറുൽ ഈളാഹ് പഠനം. ഇനി നമുക്ക് കുളിയിൽ നിർബന്ധമായും കഴുകേണ്ട 11 വസ്തുക്കളുണ്ട്. ആ 11 വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നാണ് പരാമർശിക്കുന്നത്. നോക്കാം. ഫസ്ലുൻ ലി ബയാനി ഫറായിദിൽ ഗുസ്ലി. കുളിയുടെ ഫർളുകളെ ബയാൻ ചെയ്യുന്ന ഫസ്ല്. യുഫ്തർദു ഫിൽ ഇഗ്തിസാലി. കുളിയിൽ ഫർളാണ്, നിർബന്ധമാണ്. അഹദ അശറ ശൈഅൻ, 11 കാര്യങ്ങൾ. ഏത് കുളി? ജനാബത്ത്, ഹൈദ്, നിഫാസ് പോലുള്ള കുളികളിൽ 11 കാര്യം നിർബന്ധമാണ്. ഈ 11 കാര്യം നിർബന്ധമാകൽ ഉറപ്പാകാൻ ശരീരം മുഴുവനും വെള്ളം എത്തിക്കുക എന്നുള്ള ആ ഫർള് പറഞ്ഞല്ലോ, കുളിന്റെ ഫർളില്. അത് ബാധിച്ചാൽ, അതുണ്ടായാൽ തന്നെ 11 ഏറെക്കുറുണ്ടാകും. പിന്നെ അത് എന്തിനാണ് ഓരോന്നോരോന്ന് എണ്ണി പറയുന്നത്? അത് കുളിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാന്, അതൊന്ന് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓരോന്നോരോന്ന് എണ്ണി പറയുന്നത്, പ്രത്യേകം പറയുന്നത് ഞാൻ. അപ്പൊ അങ്ങനെ 11 കാര്യങ്ങൾ നിർബന്ധമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വസുലുൽ ഫമി, വായ കഴുകുക. വൽ അംഫി, മൂക്കും കഴുകുക. വായയും മൂക്കും കഴുകുക. പിന്നെ വൽ ബദനി, ശരീരവും കഴുകുക. വായയും മൂക്കും കഴുകുക. പിന്നെ ബദന്, ശരീരവും കഴുകുക. ഇനി അതൊക്കെ എന്തെങ്കിലും പ്രത്യേകം പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, തഹ്ത കുല്ലി ശഅറത്തിൻ ജനാബത്തുൻ ഫബുല്ലു ശഅറ വഅൻഖുൽ ബശറാൻ. ഓരോ രോമത്തിന് തഹ്തിലും ജനാബത്തുണ്ട് എന്നല്ലേ. അപ്പോ അതിന്റെ ഗൗരവം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് പറയേണ്ടി പറയുന്നത്. അപ്പൊ വായ, മൂക്ക്, ശരീരം ഇവ കഴുകണം. എത്ര? മറത്തൻ, ഒരു തവണ, പൂർണ്ണമായി ഒരു തവണ കഴുകുക. അതുപോലെ ദാഖിലി കുൽഫത്തിൻ, ലിംഗാഗ്ര ചർമ്മത്തിന്റെ ഉൾഭാഗം. അത് ഖിതാൻ, ചേലാകർമ്മം ചെയ്യാത്തവർക്കാണത് ബാധകമാകുള്ളൂ, എല്ലാവർക്കും ബാധകമില്ല. ലിംഗാഗ്ര ചർമ്മത്തിന്റെ ഉൾഭാഗം. ഏത് കുൽഫ? ലാ ഉസ്റ ഫീ ഫസ്ഖിഹാ, അതിനെ നീക്കാൻ പ്രയാസമില്ലാത്ത, അതിങ്ങനെ നീക്കി പിടിക്കാൻ പ്രയാസമില്ലാത്ത വിധത്തിലുള്ള കുൽഫന്റെ ഉൾഭാഗം കഴുകൽ. ഇനി അത് നീക്കാൻ പ്രയാസാണെങ്കിലോ കഴുകൽ നിർബന്ധമില്ല. അതുപോലെ വസുറത്തിൻ, പൊക്കിളിന് ഉൾഭാഗം കഴുകുക, അത് നിർബന്ധ. വസുഖബിൻ ഗൈരി മുൻളമ്മിൻ, പരസ്പരം ചേർന്ന് പോകാത്ത, അല്ലെ കൂടിച്ചേരാത്ത സുഖബുകള്, ഓട്ടകള്, അല്ലെങ്കിൽ കീറലുകൾ എന്നൊക്കെ പറയാം. അത് കഴുകൽ നിർബന്ധമാണ്.
വദാഖിലിൽ മഗ്ഫൂരി മിൻ ശഅരി റജുലി മുത്ലഖൻ, പുരുഷന്റെ മുടിയിൽ നിന്നും കെട്ടുവീണവയുടെ ഉൾഭാഗവും കഴുകൽ നിർബന്ധമാണ്. മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ അതിന്റെ താഴ്ഭാഗത്തേക്ക് വെള്ളം എത്തട്ടെ എത്താതിരിക്കട്ടെ എങ്ങനായാലും ആ കെട്ട് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് മുടി കെട്ടിക്കുടുങ്ങാന്ന്, അങ്ങനെ കെട്ടിക്കുടുങ്ങിയ മുടിന്റെ അതിന്റെ ഉൾഭാഗം കഴുകിയിരിക്കണം. അത് പുരുഷന്റെ തലയിലെ, കാരണം എന്താ, പുരുഷന്റെ തലയിലെ മുടി കെട്ടിടുക, അത് കെട്ടിക്കുടുങ്ങുക, അതിലൊന്നും ഒരു പ്രത്യേകത ഒന്നുമില്ല. എന്നാൽ അങ്ങനെയല്ല, സ്ത്രീകളുടെ അങ്ങനെയല്ല. ലൽ മദ്ഫൂരി മിൻ ശഅരിൽ മർഅതി, സ്ത്രീയുടെ മുടിയിൽ നിന്നും കെട്ടിക്കുടുക്കുവന്നത് അതിന്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. ഇൻസറൽ മാഉ ഫി ഉസൂലി, അതിന്റെ അടിഭാഗത്ത് താഴ്ഭാഗത്ത് ഉസൂലിൽ അടിഭാഗത്ത് വെള്ളം എത്തിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടഴിച്ച് കഴുകേണ്ടതില്ല, കെട്ടിക്കുടുങ്ങ കെട്ടഴിക്കേണ്ടതില്ല സ്ത്രീകൾക്ക്. കാരണം സ്ത്രീകൾക്ക് മുടി ഇങ്ങനെ കെട്ടിടുക, മുടഞ്ഞിടുക, അതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു സീനത്താണ്, ഭംഗിയാണ്. പുരുഷൻക്ക് അത് സീനത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് പുരുഷനോട് അത് പ്രത്യേകം നിർദ്ദേശിക്കുന്നത്, സ്ത്രീയോട് അത് അതിന്റെ അടിഭാഗത്തേക്ക് അസുലിലേക്ക് വെള്ളം എത്തുന്നുണ്ടെങ്കിൽ നിർബന്ധിപ്പിക്കാത്തത് കൊണ്ടാണ്. അതല്ലേ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, ഇന്നിംറഅത്തുൻ അശദ്ദു ളഫ്റ റഅസി, എന്റെ തലമുടി വല്ലാതെ കൂടുതലായിട്ട് ഇങ്ങനെ കെട്ടിക്കുടുങ്ങുന്നുണ്ട്. അഫഅൻഖുദുഹു ലി ഗസ്ലിൽ ജനാബത്തി, ജനാബത്തൊക്കെ കുളിക്കുമ്പോൾ ഞാൻ ആ ഓരോന്നും കെട്ടഴിക്കണോ? ഖാല, റസൂൽ പറഞ്ഞു, ഇന്നമാ യക്ഫീക അൻ തഹ്സി അലാ റഅസിക സലാസ ഹഫയാത്തിൻ മിൻ മാഇൻ ثم تفيض على سائر جسدك الماء فتطهرين. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തലക്കു മുകളിലൂടെയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെയും വെള്ളം ഒഴിച്ചാൽ മതി, അങ്ങനെ ശുദ്ധിയാക്കിയാൽ മതി എന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ സ്ത്രീകൾക്ക് ആ കെട്ടിക്കുടുങ്ങിയ കെട്ടുകളൊന്നും നിൽക്കണ്ട, അഴിക്കാൻ നിൽക്കണ്ട. പിന്നെ അപ്പൊ അതിന്റെ അസലിലേക്ക് വെള്ളം എത്തുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് അഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ബശറത്തിൽ ലിഹിയത്തി, താടിരോമം മുളക്കുന്ന ഭാഗത്തുള്ള ചർമ്മം, താടിയുടെ ചർമ്മം, അതും ബശറത്തുൽ ലിഹിയത്തി, താടി മുളക്കുന്ന ഭാഗത്തുള്ള തൊലി, ആ തൊലി വരെ കഴുകൽ നിർബന്ധം. അവര് താടി കഴുകൽ നിർബന്ധമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ താടി രോമത്തിന്റെ ബശറത്ത് അത് എപ്പോഴാണ്, ഈ താടി നല്ല തിങ്ങി നിൽക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞത്. തിക്നെസ് ഇല്ലാത്ത താടിയാണെങ്കിൽ അത് എല്ലാത്തിനും വെള്ളം ഉള്ളിലേക്ക് എത്തും. നല്ല തിങ്ങിയ താടി ആകുമ്പോഴാണ് പിന്നെ അതിനൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ബശറത്തി ഷാരിബി, നമ്മളെ മീശ, ആ മീശ മുളച്ച ഭാഗത്തുള്ള മീശയുടെ തൊലിയും, അതുപോലെ വൽ ഹാജിബി, ഹാജിബ് നമ്മളെ ഉണ്ടാകുന്ന രോമങ്ങള്, കണ്ണിന്റെ മുകൾ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന കൺപോളകളിലും അതിന്റെ കണ്ണിന്റെ മേൽഭാഗത്തൊക്കെ രോമങ്ങൾ, ഹാജിബ്, പുരിക നിൽക്കുമ്പോൾ പറയില്ലേ. അപ്പൊ ആ പുരികത്തിന്റെ തൊലിയും അതും അതിന്റെ ഉൾഭാഗത്തുള്ള ആ തൊലി എന്ത് ചെയ്തോളണം, കഴുകിയിരിക്കണം. വൽ ഫർജിൽ ഖാരിജി, അതും കഴുകിയിരിക്കണം. വൽ ഫർജിൽ ഖാരിജി, ഖാരിജായ ഫർജും നമ്മൾ കഴുകിയിരിക്കണം. അപ്പൊ ഇങ്ങനെ വൽ ഫർജിൽ ഖാരിജി, ഫർജിന്റെ ഖാരത, ഫർജിന്റെ ആ ഖാരിജായ സ്ഥലം, പുറത്തേക്ക് ഇങ്ങനെ പ്രത്യക്ഷമായി വരുന്ന ഭാഗങ്ങള്, അതും കഴുകണം. അതും കഴുകൽ എന്താണ്, നിർബന്ധമാണ്. ഇങ്ങനെ 11
സ്ഥലങ്ങൾ കുളിയിൽ കഴുകൽ പ്രത്യേകം നിർബന്ധമുള്ള കാര്യമാണ്. ഇനി കുളിയുടെ സുന്നത്തുകൾ, ഫസ്ലുൻ ഫീ സുനനിൽ ഇഗ്തിസാലി, കുളിയുടെ സുന്നത്തുകളാണ് പറയുന്നത്. കുളിയിൽ 12 സുന്നത്തുകളാണ് കുളിക്കുമ്പോ ഉള്ളത്. യുസന്നു ഫിൽ ഇഗ്തിസാലി 12 ശൈഅൻ, 12 കാര്യങ്ങൾ സുന്നത്താ കുളിക്കുമ്പോ. ഒന്ന് അൽ ഇബ്തിദാഉ ബിത്തസ്മിയത്തി, ബിസ്മി ചൊല്ലി തുടങ്ങുക. കാരണം എല്ലാ കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങുന്നതാണല്ലോ. ബിസ്മി ചൊല്ലി തുടങ്ങുക. വന്നിയ്യത്തു, നിയ്യത്ത് ഉണ്ടാകുക, നിയ്യത്ത് ചെയ്യുക. വസ്ലുൽ യദൈനി, കൈ രണ്ടും കഴുകുക. ഇല റുസുഗൈനി, കൈയിന്റെ റുസുഗ് വരെ കൈ രണ്ടും കഴുകുക. റുസുഗ് പറഞ്ഞ കൈയിന്റെ ഈ മണിബന്ധം, അതിന് കൈന്റെ മുട്ട് എന്നൊക്കെ പറയാം. കൈമുട്ട് വരെ കഴുകുക. വസ്ലു നജാസത്തിൻ, നജസ് കഴുകി കളയുക. ശരീരത്തെ പോലെ നജസ് ഉണ്ടെങ്കിൽ ആ നജസ് ലൗ കാനത്ത് ബിൻഫിറാദിഹ, ശരീരത്തിൽ നജസ് പ്രത്യേകം നജസ് ഉണ്ടെങ്കിൽ അത് കഴുകി കളയുക. വസ്ലു ഫർജിഹി, ഗുഹ്യ ഭാഗം കഴുകുക. അവിടെ നജസ് ഇല്ലെങ്കിലും ഗുഹ്യ ഭാഗം കഴുകൽ സുന്നത്താണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായി ഹദീസിൽ കാണാം. പിന്നെ ശേഷം നിസ്കരിക്കാൻ ഉളു എടുക്കുന്നത് പോലെ ഒരു ഉളു ചെയ്യാം. അത് സുന്നത്ത, ഒരു ഉളു എടുക്കൽ സുന്നത്ത. ഫയുസല്ലിസുൽ ഗസ്ല, കഴുകൽ 3 തവണയാക്കണം. കഴുകാനുള്ളതൊക്കെ എന്ത് ചെയ്യണം? 3 തവണ കഴുകണം. കഴുകാനുള്ളത് 3 തവണ കഴുകണം. വയംസഹു റഅസ, തല തടവണം. ലാകിന്നഹു, പക്ഷേ യുഅഖിറു ഗസ്ല റിജ്ലൈനി, കാല് കഴുകലിനെ പിന്തിപ്പിക്കാം. കാല് കഴുകലിനെ പിന്തിപ്പിക്കാം. എപ്പോ? ഇൻകാന യഖിഫു, അവൻ നിൽക്കുകയാണെങ്കിൽ, ഫീ മഹല്ലി യജ്തമിഉ ഫീഹിൽ മാഉ, വെള്ളം ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് തന്നെയാണ് അവൻ നിൽക്കുന്നതെങ്കിൽ, വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോ ആ ഒഴിച്ച് വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ്, ആ വെള്ളം ചെന്ന് നിൽക്കുന്ന ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് തന്നെയാണ് അവൻ നിൽക്കുന്നതെങ്കിൽ കാൽ കഴുകലിനെ പിന്തിക്കാം, ലാസ്റ്റേക്കാക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? വീണ്ടും കാല് കഴുകേണ്ടി വരും. ഈ കുളിച്ച വെള്ളത്തിലല്ല നിൽക്കുന്നത്. അപ്പൊ പിന്നെ അതിനു വേണ്ടി പിന്നെയും വേറെ ഒന്നും കൂടി കഴുകേണ്ടി വരും. അപ്പൊ ആ രണ്ടാമതൊരു കഴുക ഇല്ലാതിരിക്കാൻ വേണ്ടി പിന്നെ കാല് കഴുകലിനെ പിന്തിപ്പിക്കാം. ഇതിനൊക്കെ നമുക്ക് മൈമൂന ബീവി എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പിന്നെ ഉണ്ട്. റസൂല കുളിച്ച രൂപം മൈമൂന ബീവി വിശദീകരിക്കുന്നതാണ്. വസലഹു മിനൽ ജനാബത്തി ഫഗസല കഫൈഹി مرتين أو ثلاثا ثم أدخل يديه في الإناء ثم أفرغ على فرجه وغسله بشماله ثم ضرب بشماله الأرض فدلكها دلكا شديدا ثم تولى وضوءه للصلاة ثم أفرغ على رأسه 3 حفنات من كفيه ثم غسل سائر جسده ثم تنحى عن مقامه ذلك فغسل رجليه ثم أتيته بالمنديل فرده. റസൂല കുളിക്ക് കഴിഞ്ഞ് ലാസ്റ്റ് കാല് കഴുകി. പിന്നെ അപ്പൊ വെള്ളം ഒഴിച്ച് വെള്ളം ഒത്തുകൂടുന്ന സ്ഥലത്ത്, ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ കാല് കഴുകി ലാസ്റ്റേക്കാക്കാം. അതിന് വേറെ തെളിവുകൾ അങ്ങനെ ചെയ്യുന്നതിനുണ്ട്. അക്മലുദ്ദീൻ റഹ്മത്തുള്ളാഹി ഇനായിൽ കാണാം, ഖാലത്ത് തവല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂഅഹു ലിസ്സലാത്തി ഗൈറ റിജ്ലൈഹി എന്ന് കാണാം. ഇനി എന്നിട്ട് സുമ്മ യുഫീദുൽ മാഅ അലാ യദൈ ബദനിഹി സലാസൻ, എന്നിട്ട് ശരീരത്തിൽ 3 തവണ വെള്ളം ഒഴിക്കുക.
ഇനി വലവിൻ ഗമസ, ഒരാൾ മുങ്ങി ഫിൽ മാഇൽ ജാരി, ഒഴുകുന്ന വെള്ളത്തിൽ, ഒലിക്കുന്ന വെള്ളത്തിൽ ഒരാൾ മുങ്ങി. ഒരാള് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരാൾ മുങ്ങി. ഔമാ ഫി ഹുക്കുമിഹി, അല്ലെങ്കിൽ ആ ഒലിക്കുന്ന വെള്ളത്തിന്റെ ഹുക്കുമിലുള്ള അതിന്റെ പരിധിയിൽ വരുന്നതിൽ ഒരാൾ മുങ്ങി. വ മക്കസ, എന്നിട്ടോ അവനാ മുങ്ങിയവനായി ഉളൂഇന്റെയോ കുളിയുടെയോ അത്രയും സമയം അതിൽ അവൻ ആ മുങ്ങിക്കൊണ്ട് തന്നെ നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ ഫഖദ് അക്മല സുന്നത്ത, അവൻ സുന്നത്ത് പരിപൂർണമാക്കിയവനാണ്, അവൻക്ക് സുന്നത്ത് കിട്ടും. പിന്നെ വയബ്തദിഉ ഫീ സ്വബ്ബിൽ മാഇ ബിറഅസിഹി, തലയിൽ നിന്ന് വെള്ളമൊഴിക്കൽ ആരംഭിക്കണം. തലയിൽ നിന്നാണ് വെള്ളമൊഴിക്കൽ ആരംഭിക്കേണ്ടത്. എന്നിട്ട് വയഗ്സുലു ബഅദഹ, തലയിൽ വെള്ളമൊഴിച്ചതിന് ശേഷം അവന് കഴുകണം. മൻകിബഹുൽ ഐമന, അവന്റെ വലതുഭാഗം കഴുകണം. സുമ്മൽ ഐസ്റ, പിന്നെ ഇടതുഭാഗം കഴുകണം. വയദ്ലുക്കു ജസദുഹു, ശരീരക്ക് എന്ത് ചെയ്തോളണം, ഉരച്ച് കഴുകണം. പിന്നെ യുവാലി വസ്ലഹു, അവൻ എന്ത് ചെയ്തോളണം, കഴുകൽ മൂവാലാത്ത് തുടരെയായിട്ടായിരിക്കണം, മൂവാലാത്തുണ്ടായിരിക്കണം. ഇതൊക്കെ എന്താണ്, സുന്നത്തുകളാണ്, കുളിയുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പരാമർശിക്കാം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.